തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ജനന തിരുനാളിന്റെ സ്നേഹാശംസകൾ. മഹത്വവും പുകഴ്ചയും ദൈവത്തിന്. യേശുതമ്പുരാന് ജനിക്കുവാൻ കിട്ടിയ പുൽക്കൂടിനോട് വളരെ ബന്ധമുള്ള, അതിനോട് അടുത്തിടപഴകുന്ന ആട്ടിടയന്മാർക്ക് സ്വർഗീയ ദൂത് ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ സന്തോഷം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് കാണാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:8 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സാധാരണക്കാരായ, ആരാലും മാനിക്കപ്പെടാത്ത രാത്രികാലങ്ങളിൽ വയലുകളിൽ ആടുകൾക്ക് കാവൽ നിൽക്കുന്ന പാവപ്പെട്ട ആട്ടിടയന്മാർ. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തിയപ്പോൾ തന്നെ കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അപ്പോൾ അവർ വല്ലാതെ ഒന്ന് ഭയപ്പെട്ടു. പെട്ടെന്ന് ദൂതൻ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത് എവിടെ ചെന്നാൽ കാണുവാൻ സാധിക്കുമെന്നതിന് അടയാളവും ദൂതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ സൈന്യം ഇറങ്ങി വന്ന് ആ ദൂതനോടൊപ്പം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ആട്ടിടയന്മാർ വളരെ വലിയ സന്തോഷത്തിലാണ്. അവരുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പിറക്കുന്ന രക്ഷകൻ എന്ന് മാത്രമല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള ആ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ദൂതൻ അവരെയാണ് അറിയിക്കുന്നത്. ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇടയന്മാർ വളരെ സന്തോഷത്തോടെ അതിവേഗം ദിവ്യ ശിശുവിനെ കാണുവാൻ പോകുകയാണ്. വിശുദ്ധ മാർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു നക്ഷത്രം അവർക്ക് വഴി കാണിക്കുന്നതിനായി കിഴക്ക് അവർ കാണുന്നുണ്ട്. ആ നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അവർ അത്യധികം സന്തോഷിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ശിശുവിന്റെ സന്നിധിയിൽ പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മഹത്വവും പുകഴ്ചയും ദൈവത്തിന് നൽകിക്കൊണ്ട് അവർ മടങ്ങുകയാണ്. നമുക്കും പൈതലാം യേശുവിന്റെ സന്നിധിയിൽ കുമ്പിട്ട് ആരാധിക്കാം. പുൽക്കൂട്ടിലേക്ക് കയറി കുമ്പിടണമെങ്കിൽ നമ്മൾ ശരിക്കൊന്ന് ശിരസ് കുനിയണമെങ്കിൽ നമുക്ക് എളിമയും താഴ്മയും ആവശ്യമുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആട്ടിടയന്മാർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എല്ലാവരെയും അവർ അറിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്ന നമ്മെ ഇത്രത്തോളം ഉയർത്തി യേശുവിൽ നിന്നുള്ള നന്മകൾ അനുഭവിച്ചറിയുവാൻ ഒരുക്കിയ നല്ല ദൈവത്തിന്റെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ മഹത്വവും സ്തുതിയും പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം. സങ്കീർത്തനം 40:1-2 തിരുവചനങ്ങളിൽ നമ്മുടെ നിലവിളിക്ക് അവിടുന്ന് ചെവി ചായ്ച്ചു തന്നു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. വീണ്ടും 5-ാം തിരുവചനത്തിൽ ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു എന്ന് പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുതമ്പുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. കർത്താവിന്റെ ദൂതന്മാർ വന്ന് പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന്. ദൈവകൃപ ലഭിച്ചവരായി ജീവിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി.